നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അത് തന്നെ താൻ ജീവനെ മറുവിലയായി തന്ന ക്രിസ്തു തന്നെ. ഞാൻ ഇവിടേക്ക് വരുമ്പോ എനിക്ക് എന്റെ മകൾക്ക് ഹെയർ ബാൻഡ് പോലും വാങ്ങാനുള്ള കാശിന്റെ സീറോ ആയിരുന്നു. അംബിക എന്ന് വിളിക്കുന്ന നിങ്ങളാണോ അംബിക? നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? അംബിക. നിങ്ങളുടെ മേളിൽ കൈവച്ചപ്പോൾ നിന്റെ ഭവനത്തിൽ ഞാൻ അംബികയെ കാണുക. ഇത് നിങ്ങളുടെ സഹോദരിയാണോ? അതെ. എന്റെ മോൾക്ക് വേണ്ടി മാത്രം. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോ പാസ്റ്ററിനെയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, ഇവൾക്ക് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളുടെ തലയിൽ കൈവച്ചപ്പോൾ ദൈവം എന്നെ അംബികയെ കാണിക്കുക. എത്ര നാളായിട്ട് ഉറക്കഗുളിക കഴിക്കുന്നുണ്ട്? 20 വർഷമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. 20 വർഷം? 20 വർഷമായിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അതിനുശേഷം നോക്കുമ്പോ ബൾജിങ് ഇല്ല. നട്ടില് ആരോ പിടിച്ച് ഇങ്ങനെ വളച്ച് ശരിയാക്കിയ പോലൊരു ഫീൽ എനിക്ക് കിട്ടി. ഈ അമ്മയുടെ മകൾ ഇന്നലെ നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. വളരെ പ്രയാസത്തോടെയാണ് വന്നത്. ഈ അമ്മ പറഞ്ഞത് ഈ മകള് കാലങ്ങളായിട്ട് ഈ ഉറങ്ങുവാൻ സാധിക്കാതെ ഈ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റാതിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്നലെ പാസ്റ്റർ ഇവരെ നോക്കി ഒത്തിരി പ്രൊഫസൈ ചെയ്തു. അവരുടെ പേര് വിളിച്ചു. ഈ അമ്മയുടെ പേര് വിളിച്ചാൽ അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു വിജയ ആരാന്ന് ചോദിച്ചു. ആ വിജയ എന്ന് പറയുന്നത് ഈ മകളായിരുന്നു. വിജയ ആരാണ്? മകളാണ്. നിങ്ങളുടെ പേര് കർത്താവിനെ കാണിച്ചിട്ട് വിജയ എന്ന് കാണിക്കുകയാണ്. മകള്. നിങ്ങളുടെ മോടെ പേരെന്തുവാന്ന് വല്ലതും ഞാൻ ചോദിച്ചോ? ചോദിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇവളുടെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയം 14 വയസ്സ് കഴിഞ്ഞ് അവൾ 15ാമത്തെ വയസ്സിലേക്ക് കയറുന്ന ടൈം ഇവളുടെ പഠനം പാതി വഴിയിൽ തകർന്നത്. അതിനുശേഷം അങ്ങോട്ട് ഇവൾ ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് ഞാൻ ആത്മാവിൽ അറിയുകയാണ്. അപ്പൊ തുടങ്ങിയതാണ്. നിന്റെ ഭവനത്തിലുണ്ടായ മരണങ്ങൾ, നിന്റെ വീട്ടിലുണ്ടായ തകർച്ചകൾ, ആ പരമ്പരകൾ ഇന്നിവിടെ തകർന്നു മാറുകയാണ്. എത്ര നാളായിട്ട് ഉറക്കഗുളിക കഴിക്കുന്നുണ്ട്? 20 വർഷമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. 20 വർഷം? 20 വർഷമായിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഈ കുഞ്ഞിനെ കർത്താവ് തൊട്ടു പ്രാർത്ഥിച്ചു. ഇന്നലെ മെഡിസിൻ ഒന്നും ഇല്ലാതെ അവൾ ഉറങ്ങി, ക്ഷീണമില്ല. അവൾക്ക് മാറ്റമുണ്ടോ? നോക്കി മാറ്റമുണ്ട്. ഇപ്പൊ അവൾക്ക് ക്ഷീണമില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ ഇന്ന് പകൽ നിന്നിലൊരു കുറവുണ്ടെങ്കിൽ, നിന്നിലൊരു ബലഹീനതയുണ്ടെങ്കിൽ, നിന്നിലൊരു വീഴ്ചയുണ്ടെങ്കിൽ നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിക്കനായ മോശയുടെ വാക്കിന്റെ മുൻപിൽ ഈജിപ്ഷ്യൻ സാമ്രാജ്യം നടുങ്ങിയെങ്കിൽ, അവന്റെ വാക്കുകളുടെ മുമ്പിൽ ഫറവോയുടെ മുത്തിടിച്ചെങ്കിൽ, അവന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ചെങ്കടൽ രണ്ടായെങ്കിൽ, ഇന്ന് പകലിൽ സ്വർഗം വില കൽപ്പിക്കുന്നത് വിളിച്ച വിളിയും തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പും പകർന്ന അഭിഷേകമാണ്. ഈ അംബിക എന്ന് വിളിക്കുന്ന നിങ്ങളാണോ അംബിക? നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? അംബിക. നിങ്ങളുടെ മേളിൽ കൈവച്ചപ്പോൾ
നിന്റെ ഭവനത്തിൽ ഞാൻ അംബികയെ കാണുക. ഇത് നിങ്ങളുടെ സഹോദരിയാണോ? അതെ, ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ മോൾക്ക് വേണ്ടി മാത്ര. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോ പാസ്റ്ററിനെയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, ഇവൾക്ക് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളുടെ തലയിൽ കൈവച്ചപ്പോൾ ദൈവം എന്നെ അംബികയെ കാണിക്കുക. കാരണം ഇവരിന്ന് ഈ മീറ്റിങ്ങിന് വന്നത് ഈ അംബികയ്ക്ക് വേണ്ടിയാ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് പേര് ചോദിച്ചോ? ഇല്ല പാസ്റ്ററേ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ? യാ. നിങ്ങൾ എന്തെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? യാ. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവല്ലേ? ഈ കുഞ്ഞുമോൻ്റെ പേര് ആൻവിൻ എന്നാണ്. പാസ്റ്റർ ഇതിനു മുമ്പ് പുറത്തെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഇവിടെ കടന്നു വന്ന സമയത്ത് ക്യാൻസറിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അന്നേരം ഈ കുഞ്ഞുമോൻ പാസ്റ്ററിൻ്റെ അടുത്ത് വന്നായിരുന്നു. അതിനുശേഷം ഈ മോന് പരിപൂർണമായിട്ടുള്ളൊരു ആൻവിൻ ആൽവി വന്നായിരുന്നു. ഓക്കെ. അതിനുശേഷം ഈ മോൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ മോന് പരിപൂർണമായിട്ടുള്ള സൗഖ്യം കിട്ടി. ഇപ്പോൾ 1 വർഷമായിട്ട് മരുന്നൊന്നും എടുക്കുന്നില്ല. 2023 ഡിസംബർ മാസം 16, 17 ഡേറ്റിൽ ഇവിടെ കോട്ട മൈതാനത്ത് പ്രയറിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്നിട്ട് ഇതേപോലെ സ്റ്റേജിൽ നിന്നിട്ട് ക്യാൻസർ ഉള്ള ഒരു ആളുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുട്ടീനെ അടുത്തോണ്ടെന്ന് ഇതുപോലെ പാസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം പ്രാപിക്കും. ഇതുപോലെ സാക്ഷി പറഞ്ഞു. ഇപ്പൊ പാസ്റ്ററിന്റെ ചർച്ചിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അവിടെ വന്ന് ഞങ്ങൾ സാക്ഷി പറയാൻ വേണ്ടി കൊട്ടാരക്കരയിലേക്ക്. കോട്ട മൈതാനിയിൽ ഈ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അവന് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് അന്നത്തെ മീറ്റിംഗിൽ വെളിപ്പെടുത്തി ഒരു ക്യാൻസർ പേഷ്യന്റ് സൗഖ്യമാകുന്നു. അപ്പൊ ആ കുഞ്ഞുമായിട്ട് മുമ്പിൽ വന്നു, പ്രാർത്ഥിച്ചു. ഇപ്പൊ അവന് ക്യാൻസർ ഇല്ല. ഇപ്പൊ ക്യാൻസർ ഇല്ല. 1 വർഷം മരുന്ന് നിർത്തിട്ട് ക്യാൻസർ. സഹോദരി, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാ മഹത്വത്തിനും, എല്ലാ പുകഴ്ചയ്ക്കും, എല്ലാ ആരാധനയ്ക്കും യോഗ്യനായവൻ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കിയ യേശു കർത്താവാണ്. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഈ കുഞ്ഞ് കഴിഞ്ഞ 1 വർഷമായ ഒരു മെഡിസിൻ പോലും കഴിക്കാതെ ഇപ്പോൾ ആ ബ്ലഡിനകത്ത് ക്യാൻസറിന്റെ അണുക്കളില്ലാതെ അവൻ സൗഖ്യത്തോടെ ഇരിക്കുന്നത് ഒരു പാസ്റ്റർമാരുടെയും കഴിവല്ല, യേശു ജീവിക്കുന്നു. തൻ്റെ നട്ടലിനകത്തൊരു ബൾജിങ് ഉണ്ടായിട്ട് തനിക്ക് കുനിയുവാൻ പറ്റത്തില്ല. അതിഭയങ്കര വേദനയായിരുന്നു. MRI സ്കാനിലൊക്കെ അത് കണ്ടതാണ്. ഇന്നലെ നടന്ന പ്രാർത്ഥനയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു. അതിനുശേഷം വേദനയില്ല, കുനിഞ്ഞു നോക്കി, യാതൊരു അസ്വസ്ഥതയില്ല. അതേപോലെ തന്നെ ഈ ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. കേൾക്കാൻ പറ്റും, പക്ഷെ അടഞ്ഞിരിക്കുകയായിരുന്നു. ഇന്നലത്തെ പ്രാർത്ഥന തുറന്നു. ഈ നട്ടലിന് എത്ര നാളായി ബൾജിങ് ഉണ്ടായിരുന്നു? കുറേയായി പാസ്റ്റർ. അത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ വീണതാണ്. ഞാനത് ഡോക്ടറെ അടുത്തൊന്നും പോയില്ല. 2 പ്രസവം കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ ജോലിയൊന്നും ചെയ്യാൻ പറ്റും, കുട്ടികളുടെ കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്. അപ്പോൾ ഡോക്ടർ MRI എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെയും ബൾജിൻ്റെ കഴുത്തിനും ഉണ്ട് ബൾജ്. അപ്പോൾ നല്ല അസ്വസ്ഥത ഉണ്ടായിരുന്നു. 1 വർഷമായി. ഈ മെയ് വന്ന 1 വർഷമായി. അപ്പോൾ ഇന്നലത്തെ പ്രാർത്ഥനയിൽ എന്താണ് ഉണ്ടായത്? ഇന്നലെ പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെവിയിലും കൈവയ്ക്കാൻ പറഞ്ഞു. വേറെ അസ്വസ്ഥതയോ വേദനയുള്ള അവിടെ കൈവയ്ക്കാം. ഞാൻ ഒരു കൈ ചെവിയിലും 1 നട്ടലിലും വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം എനിക്കൊരു അത്ഭുതം, എന്താ പറയുക, സൗഖ്യം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതിനുശേഷം നോക്കുമ്പോൾ ബൾജിങ് ഇല്ല. ഇല്ല, നട്ടലില് ആരോ പിടിച്ച് ഇങ്ങനെ വളച്ച് ശരിയാക്കിയ പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു സഹോദരിയുടെ ഹസ്ബൻഡിലെ ഡ്രൈവർ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചത്, പേര് പറഞ്ഞത് രാജേഷ് ചേട്ടൻ പേര് പറഞ്ഞ് വിളിച്ചത് നിങ്ങളാണ്. സൗഖ്യമായി. വാഹനം ഓടിക്കുന്ന ഡ്രൈവിംഗ് ആ മേഖലകളുമായി റിലേറ്റ് ചെയ്ത ഒരു ഫാമിലി, ഒരു സഹോദരൻ ഇതിനകത്തുണ്ട്. കർത്താവ് അവൻ്റെ ലൈഫിൻ്റെ മേളിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ഇന്ന് രാത്രി അയക്കുകയാണ്. ഞാൻ ഒരു ഡ്രൈവറുടെ കാര്യം പറഞ്ഞു. ഒരു ഡ്രൈവറുടെ കാര്യം. ഇദ്ദേഹത്തിന് ആ പ്രൊഫഷനാണോ? അതെ അതെ. എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്? ഡ്രൈവറാണ്.
സഹോദരന്റെ കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. എനിക്ക് നിങ്ങളെ പരിചയമില്ല. രാവിലെ മോർണിംഗിന് എപ്പോഴും പാസ്റ്റിന്റെ പ്രെയർ ചെവി വെച്ചിട്ട് എപ്പോഴും വണ്ടി ഓടിക്കും. അത് ഫുൾ എനിക്ക് അങ്ങനെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അതാണ് ഞാനൊരു ഡ്രൈവറെ കണ്ടത്. നിന്റെ വീട്ടിനകത്തൊരു രാജേഷിനെ കണ്ടു. അതാരാണ്? ചേട്ടനാണ്. നിന്റെ കുടുംബത്തെ കർത്താവിനെ സന്ദർശിക്കും.